സെക്രട്ടേറിയറ്റിന് സമീപത്ത് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഓഫീസാണ് ഇത്. അതിന് തൊട്ടടുത്ത് തന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഓഫീസുമുണ്ട്. ആ ഓഫീസിലാണ്, അത് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഈ ഓഫീസിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. അതായത് ഈ ഓഫീസിലെ ഒരു AC പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ 2 ടെക്നീഷ്യൻസ്, ആ പണി ചെയ്തുകൊണ്ടിരുന്ന 2 ടെക്നീഷ്യൻസിന് ഈ AC കംപ്രസർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് 2 പേരിൽ ഒരാളുടെ നില വളരെ ഗുരുതരമാണ്. ഈ ഓഫീസിനുള്ളിൽ സാധാരണഗതിയിൽ 2-3 പേരാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. ഡിസ്ട്രിക്ട് സ്പോർട്സ് ഓഫീസർ കൂടെ ഉണ്ടാകാറുണ്ടായിരുന്നു. ഈ അപകടം നടന്ന AC പൊട്ടിത്തെറിച്ചതിന് സമീപത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉണ്ടാവാറ്. പക്ഷേ ഇന്ന് അവർ അവധിയായിരുന്നു. മറ്റ് 2 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത് അങ്ങേ അറ്റത്ത്, ബിൽഡിങ്ങിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അപകടമൊന്നും പറ്റിയില്ല. പക്ഷേ ഈ 2 ടെക്നീഷ്യന്മാരുടെ നില വളരെ ഗുരുതരമാണെന്നാണ് ഇവിടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരാളൂടെ ഉണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഒരു പണിക്കാരൻ പുള്ളി അവിടെ തന്നെയായിരുന്നു, അതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു. അപ്പോൾ ആദ്യം ഒരു പണിക്കാരൻ ഒരാളെ ഉള്ളതെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഒരാൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ സൗണ്ട് കേട്ട് നമ്മൾ വെളിയിറങ്ങുമ്പോൾ അയാളെ പിടിച്ച് കൊണ്ടുവന്നു. നമ്മുടെ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടെ ചേർന്ന്. അപ്പോഴാണ് ഒരാൾ ഓടയ്ക്കകത്തായിപ്പോയി. ഇതിൻ്റെ പുള്ളിക്ക് ഇത്തിരി ഗുരുതരമായ ഇത്തിരി സീരിയസ് ആയിട്ടുള്ള പരിക്കാണ്. ഇല്ലേ, കെട്ടിടത്ത് അകത്തോട്ടായിരുന്നവർക്ക് സാരം പുറത്തു നിന്ന് പണിഞ്ഞ 2 പേർക്കാണ്. നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടുന്ന് ഒരാളുടെ പരിക്കത്തി ഗുരുതരമായതുകൊണ്ട് അവിടുന്ന് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. പോലീസിൽ കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ നമ്മൾ വിളിച്ച് വിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് വന്ന് പരിശോധിച്ചിട്ടാണ്. അപകടം നടന്ന ഉടൻ തന്നെ ആംബുലൻസ് ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ. ആംബുലൻസിൽ 2 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാകുന്നത്. സായ് സൂര്യക്കൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.